തൃശൂരിന് പിന്നാലെ ഭാരത് അരി വിതരണം ചെയ്തത് പാലക്കാട് ജില്ലയിൽ. ഇതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിക്കുന്നു പാലക്കാട് MP VK ശ്രീകണ്ഠൻ. ഭാരത് അരിയെ ഇലക്ഷൻ അരി എന്നാണ് അങ്ങ് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇത് ഇലക്ഷൻ അരിയാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന് 9 വർഷവും 10 മാസവും പിന്നിട്ടിരിക്കുക. ഇനി 2 മാസം ബാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഉടനെ പ്രഖ്യാപിക്കും. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ ഗവൺമെൻറ് അരി വിതരണം ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. പൊതുമാർക്കറ്റിൽ ഇടപെടുന്നതും തെറ്റില്ല. പക്ഷേ അത് നിയമാനുസൃതമായ മാർഗത്തിലൂടെ വേണം. ഒരു MP ആയ ജനപ്രതിയായ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് അരി വിതരണം ചെയ്യുന്നു. ഞങ്ങളെ അറിയിച്ചതിൽ എന്താ തെറ്റ്? സംസ്ഥാന ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായ MP അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഈ കൺസ്യൂമർ ഫെഡറേഷൻ പാലക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ വന്ന് കുറച്ച് BJPക്കാരും വന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ആരാ ഉദ്ഘാടനം നിർവഹിക്കുന്ന അറിയോ? കലക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും ജനപ്രതിയോ അല്ല. ഒരു ജനപ്രതി അല്ലാത്ത BJPയുടെ സംസ്ഥാന സെക്രട്ടറി കേന്ദ്ര ഗവൺമെൻറ് അരി വിതരണം ഉദ്ഘാടനം. എന്താ അതിൻ്റെ മാനദണ്ഡം? അപ്പോൾ ഇത് ഇലക്ഷൻ അരിയാണ്. ആ ഇലക്ഷൻ അരി പാലക്കാട്ട് വില പോവില്ല. കാരണം അരി കുറേ കണ്ടവരാ പാലക്കാട്ട്. അരി ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നവരാ പാലക്കാട്ട്. പാലക്കാട്ടെ കർഷകരുടെ അരി ഉൽപ്പാദിപ്പിച്ച അരി ഏറ്റെടുത്ത് പണം നൽകാതെ പറ്റിച്ച കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ വിടുവേല ചെയ്യുന്നത്. ഇത് ഇലക്ഷൻ്റെ തട്ടിപ്പ് തന്നെയാണ്. ഈ അരി പാലക്കാട് വേവില്ല എന്നാണോ? ഉറപ്പായിട്ടും ഈ അരി പാലക്കാട് വേവില്ല. അത് വേവാതിരിക്കാൻ കാരണം പലതരം അരി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നവരും വേവ് കുറഞ്ഞ അരിയും വേവ് കൂടിയ അരിയും ഉൽപ്പാദിപ്പിച്ച് നല്ല തഴക്കും പഴക്കമുള്ള കർഷകരുടെ ഒരു മണ്ണാണ് പാലക്കാട്. ഇപ്പോൾ തൃശ്ശൂരിന് പിന്നാലെ പാലക്കാട് BJPക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് വിതരണം നടക്കുന്നത്. ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇത് അവസാനിക്കുമെന്നാണോ അങ്ങ് കരുതുന്നത്? ഇത് BJPക്ക് സ്വാധീനമുള്ള മണ്ഡലമല്ല. അവർ കേന്ദ്രമന്ത്രിമാരൊക്കെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് BJPയുടെ പൊട്ടൻഷ്യലുള്ള മണ്ഡലം, പ്രസ്റ്റീജ് മണ്ഡലം എന്ന് അവർ തീരുമാനിച്ചിരിക്കുക, അല്ല ജനങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ മണ്ഡലത്തിൽ മാത്രം അരി വിതരണം ചെയ്യുന്നത് എന്താ ഇതിൻ്റെ അർത്ഥം? ഇവിടെ ഒരു ഫെഡറൽ സംവിധാനമില്ലേ? ഇന്ത്യയിലെ എല്ലാ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളും ഒരുപോലുള്ള ആളുകളല്ലേ? വിശപ്പ് മനുഷ്യന് ഒരുപോലെയല്ലേ? വിലക്കയറ്റം മനുഷ്യന് ഒരുപോലെയല്ലേ? അപ്പോൾ ഇത് പ്രത്യേകമായി ഇങ്ങനെ ചില അജണ്ടകൾ തീരുമാനിച്ച് BJP സ്പോൺസേഡ് അരിയാണ്. ഈ BJP സ്പോൺസേഡ് അരി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ കിട്ടുള്ളൂ. എന്തായാലും ഭാരത് അരി തൃശ്ശൂരിന് പിന്നാലെ പാലക്കാടും എത്തുമ്പോൾ അതൊരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമായി മാറുന്നു എന്നാണ് VK ശ്രീകണ്ഠൻ MP ആരോപിക്കുന്നത്. അദ്ദേഹം അടക്കമുള്ള ആളുകളെ ഇക്കാര്യം അറിയിച്ചില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.